അവന്റെ കണ്ണിൽ ഭീതി നിറഞ്ഞു. ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് കാച്ചിക്ക ശരത്തെ, ഞാൻ ഏത് വേണ്ടാതീനം കാണിച്ചാലും ഗുരുവായൂരപ്പനെ ഓർക്കും. അങ്ങേർക്ക് ഒരു തുലാഭാരം നേരും. ഇങ്ങനെ കുറെ തുലാഭാരം പീതാംബരൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നന്ദി കാണിക്കുന്നവനാ ഗുരുവായൂരപ്പൻ. പീതാംബരൻ ചിരിച്ചു. ശരത്ത് നരസിംഹനെ സമീപിച്ചു. വേണ്ട, നരസിംഹൻ പുലമ്പി. പേടിക്കണ്ട മോനെ, കണ്ണടച്ചോ. അധികം വേദനിപ്പിക്കാതെ ഒറ്റ വീശിന് പണി തീർത്ത് തന്നേക്കാം. ചേർത്തലക്കാരൻ കൊളപ്പുള്ളി അണ്ണന്റെ കൂടെ കൂടി എനിക്ക് നല്ല പ്രാക്ടീസാ. ശരത്തിന്റെ ചിരിയിൽ മരണത്തിന്റെ ഗന്ധം നിറഞ്ഞു. നരസിംഹൻ വിറച്ചു, വിയർത്തു. അവന്റെ കണ്ണുകൾ ചുവന്നു വിങ്ങി. ശരത്ത് വാൾ ആഞ്ഞു വീശി. നരസിംഹന്റെ തല ഹാളിന്റെ മൂലയിലേക്ക് ഉരുണ്ടുപോയി. ഒരു സ്വരം പോലും നരസിംഹനിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. ഗുരുവായൂരപ്പാ. പീതാംബരൻ മിഴികൾ മെല്ലെ അടച്ചു. ശരത്തിന്റെ മുഖത്ത് ഏതാനും ചോരപ്പൊട്ടുകൾ വീണിരുന്നു. ഈ സമയം സൂര്യ മയക്കത്തിൽ നിന്നും ചാടി എണീറ്റു. നരസിംഹൻ പോയപ്പോ മുറിയിലെത്തി ഒന്ന് കിടന്നതാണ് അവൾ. ചെറുതായി ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ നിന്ന് ആരോ തട്ടി ഉണർത്തിയതുപോലെയാണ് സൂര്യ ഉണർന്നത്. മുറിയിൽ പ്രകാശമുണ്ടായിരുന്നു. താൻ എങ്ങനെയാണ് ഉണർന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ടെലിഫോൺ ശബ്ദിച്ചു. സൂര്യ ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ആര്? സൂര്യയാണോ? അതെ. എന്റെ വിവാഹാശംസകൾ. ആരാണ്? സൂര്യ ചോദിച്ചു. SP സത്യൻ. അയാൾ തുടർന്നു. എവിടെ നവവരൻ? നരസിംഹന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. നരസിംഹൻ വന്നില്ലല്ലോ. സാറല്ലേ അദ്ദേഹത്തെ ബീച്ച് റോഡിൽ വരാൻ പറഞ്ഞത്? ഞാനോ? സത്യൻ അമ്പരന്നു. അതെ. സൂര്യ, എന്തൊക്കെയാ ഈ പറയുന്നത്? സൂര്യക്ക് അരുതാത്ത എന്തോ തോന്നി. അവൾ നരസിംഹൻ പുറത്തേക്ക് പോകാനിടയായ സാഹചര്യം പറഞ്ഞു. എന്നാൽ സത്യൻ അതൊക്കെ നിഷേധിച്ചപ്പോൾ സൂര്യ നടുങ്ങി. അവൾ റിസീവർ വേഗത്തിൽ ക്രാഡിലിൽ വെച്ചു. മേശപ്പുറത്ത് നരസിംഹന്റെ കാറിന്റെ കീ ഇരിപ്പുണ്ടായിരുന്നു. സൂര്യ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് കുതിച്ചു. ഭാർഗവമ്മയും മീരയും അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. സൂര്യ കാർ ബീച്ച് റോഡിലേക്ക് പായിച്ചു. കുറെ ഓടിക്കഴിഞ്ഞപ്പോൾ നരസിംഹന്റെ ജീപ്പ് റോഡിന്റെ വശം ചേർന്ന് കിടക്കുന്നത് അവൾ കണ്ടു. അവൾ കാർ നിർത്തി. അവൾ പുറത്തിറങ്ങി ജീപ്പിനെ സമീപിച്ചു. ജീപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനകം ശൂന്യം. സൂര്യ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കെ എതിരെ ഒരു ഓട്ടോ വരുന്നത് കണ്ടു. കാര്യമായി വാഹന സഞ്ചാരമില്ലാത്ത സ്ഥലമാണ് ബീച്ച് റോഡ്. സൂര്യയെ കടന്ന് അല്പം മുന്നോട്ട് പോയ ഓട്ടോ നിന്നു. അതിൽ നിന്ന് പത്മൻ പുറത്തേക്ക് ഇറങ്ങി. ബാറിൽ നിന്ന് നല്ല ഫോമിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു പത്മൻ. ബീച്ച് റോഡിൽ സൂര്യയെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ ഓട്ടോ നിർത്തിച്ചതാണ് അയാൾ. ഇന്ന് വിവാഹിതരായി ആദ്യ രാത്രി ആഘോഷിക്കേണ്ട പെൺകുട്ടി ബീച്ച് റോഡിന്റെ വിചിതനയിൽ വന്ന് തനിച്ചു നിൽക്കുന്നു. എന്താ സൂര്യ ഇവിടെ? അവൾക്ക് നേരെ നടന്നു വന്നുകൊണ്ട് പത്മൻ ചോദിച്ചു. പത്മനെ കണ്ടതും സൂര്യക്ക് ഒരു അത്താണി കിട്ടിയതുപോലെയായി. അവൾ ഒറ്റ ശ്വാസത്തിൽ പത്മനോട് കാര്യങ്ങൾ പറഞ്ഞു. പത്മന്റെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു. അവൻ ചെന്ന് ഓട്ടോക്കാരനെ പറഞ്ഞയച്ചിട്ട് തിരികെ വന്നു. സൂര്യ കാറിൽ കയറ്, പത്മൻ പറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിൽ സൂര്യ കയറി. തൊട്ടടുത്ത സീറ്റിൽ പത്മൻ. കാർ മുന്നോട്ട് നീങ്ങി. പത്മൻ റോഡിലേക്ക് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് കാറിലിരുന്നു. അല്പം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് റോഡിലേക്ക് ഒരു വാഹനത്തിന്റെ വെളിച്ചം പരക്കുന്നത് പത്മൻ കണ്ടു. ഏതോ ചേതോ വികാരത്താൽ പത്മൻ കൈ നീട്ടി സ്റ്റിയറിംഗിൽ പിടിച്ച് തിരിച്ചു. കാർ റോഡിന്റെ വശത്തെ കുറ്റിക്കാട്ടിലേക്ക് ഇരച്ചു കയറി. സൂര്യ അത് പ്രതീക്ഷിച്ചതല്ല. കുറ്റിച്ചെടികളെ ഞെരിച്ചമർത്തിക്കൊണ്ട് കാർ അകത്തേക്ക് കയറി. സൂര്യയുടെ കാൽ ബ്രേക്കിലമർന്നു. പത്മൻ കീ തിരിച്ച് കാർ ഓഫ് ചെയ്തു. എന്താ അത്? സൂര്യ ചോദിച്ചു. ചുണ്ടിൽ വിരൽ വെച്ച് പത്മൻ ഒരു സ്വരമുണ്ടാക്കി. മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് 3 വാഹനങ്ങൾ റോഡിലേക്ക് വന്നു. മുന്നിൽ പോലീസ് എന്നെഴുതിയ ജീപ്പ്, മധ്യത്തിൽ ഒരു മെഴ്സിഡസ് ബെൻസ്, മൂന്നാമത് ഒരു അംബാസഡർ കാർ. ആ വാഹന സഞ്ചയം അവർക്കെതിരെ ഓടിപ്പോയി. ആ ബെൻസ് സൂര്യക്ക് മനസ്സിലായോ? ഇല്ല. കേരളത്തിന്റെ മുൻ ചക്രവർത്തിയുടെ കാർ. ഈ സൈനസ് പീതാംബരന്റെ സഞ്ചരിക്കുന്ന കൊട്ടാരം. സൂര്യയിൽ ഒരു നടുക്കമുണ്ടായി. പത്മം തുടർന്നു. എന്നെപ്പോലെയുള്ള പത്രക്കാർക്ക് ആ കാർ സുപരിചിതമാണ്. ഞങ്ങൾ വാർത്തകൾക്ക് വേണ്ടി അതിന് പിന്നാലെ ഒരുപാട് അലഞ്ഞിട്ടുള്ളതാണല്ലോ. വാർത്തകളുടെ ഉറവിടമല്ലേ അതിലിരിക്കുന്ന മനുഷ്യൻ. പത്മൻ സൂര്യയെ നോക്കി. കാർ അവിടെ കൊണ്ടു ചെന്ന് നിർത്ത്. മതിൽക്കെട്ടിന് നേരെ പത്മൻ വിരൽ ചൂണ്ടി. സൂര്യ കാർ റിവേഴ്സ് എടുത്ത് റോഡിൽ കയറ്റി.
കാർ മതിൽക്കെട്ടിന് മുന്നിലെ റോഡിൽ നിന്നു. കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് പത്മം പറഞ്ഞു. സൂര്യ കാറിൽ തന്നെ ഇരുന്നു. പത്മൻ മതിൽക്കെട്ടിനുള്ളിലെ കെട്ടിടത്തിന് നേരെ നടന്നു. പ്രേതഭവനം പോലൊരു വീട്. പ്രകാശമില്ല, അന്ധകാരം. പത്മൻ ചെന്ന് വീടിന്റെ വാതിൽ തള്ളി നോക്കി. വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. വിശാലമായ ഒരു ഹാളിലേക്കാണ് പ്രവേശനം. ഹാളിൽ വെളിച്ചമുണ്ട്. ഹോമാഗ്നി പോലെ എരിയുന്ന ഒരു തീക്കൊട്ടത്തിൽ നിന്നുള്ള പ്രകാശം. ഹാളിന്റെ മധ്യത്തിലാണത്. ഒരു മനുഷ്യജീവി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പത്മൻ പതുക്കെ തീക്കുണ്ടത്തിന് നേരെ നടന്നു. ഒരു കാക്കി യൂണിഫോം കത്തിത്തീരുകയാണ്. വസ്ത്രങ്ങൾ മാത്രമേ കത്തിച്ചിരുന്നുള്ളൂ. അഗ്നിയുടെ നാവുകൾ നക്കി തുടയ്ക്കുന്ന പോലീസ് യൂണിഫോമിന്റെ അവസാന തുണ്ടിലെ നെയിം പ്ലേറ്റ് വായിക്കാൻ പത്മന് കഴിഞ്ഞു. MK നരസിംഹൻ. പത്മൻ തിരിഞ്ഞു നടന്നു. അവൻ സൂര്യയുടെ കാറിന്റെ സമീപം എത്തി. തോളിലെ തുണിസഞ്ചിയിൽ കയറ്റ് പാതിയായ റം വൈൻഡ് കയ്യിലെടുത്ത് പത്മൻ അടപ്പ് തുറന്നു. റം വായിലേക്ക് കമഴ്ത്തി. കുപ്പിയിലുണ്ടായിരുന്നത് മുഴുവൻ കുടിച്ചിട്ട് അവൻ ചിറി തുടച്ചു. കാലിക്കുപ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പത്മൻ ഡോർ തുറന്ന് കാറിൽ കയറി. സൂര്യ ചോദിച്ചു, എന്താണ് അവിടെ? ഒന്നുമല്ല. പത്മൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തുടർന്നു. കാർ വിട്ടോ? എവിടേക്ക്? നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. സൂര്യ അവനെ പകച്ചു നോക്കി. എന്റെ നരസിംഹൻ? അവൾ ചോദിച്ചു. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചുള്ളല്ലേ നീ? അച്ഛൻ, അമ്മ, ആങ്ങള. ഇപ്പോ ആ ലിസ്റ്റിൽ നരസിംഹന്റെ പേരും ചേർത്തോ? ഞെട്ടിപ്പോയി സൂര്യ. പത്മൻ! അതെ ചാസോബീസ്. പത്മന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്തിനേയും നേരിടാൻ നിനക്ക് ശക്തിയുണ്ട്, തന്റെ ഇടമുണ്ട്. നീ അത് തെളിയിച്ചതാണ്. ഇതിനെയും നീ ഫേസ് ചെയ്യണം. ബീച്ച് റോഡിന്റെ വിജനതയിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നു. യാന്ത്രികമായിട്ടാണ് സൂര്യ കാർ ഓടിക്കുന്നത്. അരുവി പോലെ ഒഴുകുകയാണ് അവളുടെ കണ്ണുകൾ. അതുപോലെ പത്മന്റെ മിഴികളും. നേരം പുലർന്നു. ഭാർഗവിയമ്മ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കെ സൂര്യ സാവധാനത്തിൽ അവിടേക്ക് വന്നു. അവളുടെ മുഖം വല്ലാതെ ചടച്ചിരുന്നു. സൂര്യയെ കണ്ടപ്പോൾ ഭാർഗവിയമ്മ ചോദിച്ചു, നരസിംഹൻ വന്നില്ലേ മോളെ? ഇല്ല. അതെന്തേ? വിളിച്ചിരുന്നു. എന്തോ അത്യാവശ്യത്തിന് ദൂരേക്ക് പോയത്രേ. കുറച്ചു ദിവസം വൈകുമെന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ സൂര്യയുടെ മനം കരയുകയായിരുന്നു. ഭാർഗവിയമ്മ ഒരു നെടുനിശ്വാസം മുതിർത്തു. കോളേജിലെ വാദ്യോദ്യോഗത്തിന് വിളി കിട്ടിയ ചെക്കനാ. അവൻ പോയില്ല. പോലീസ് ആകണമത്രേ. എന്നിട്ട് എന്തു പറ്റി? കല്യാണ ദിവസം പോലും വീട്ടിലിരിക്കാനാവാത്ത അവസ്ഥ. സൂര്യയുടെ മനം വിതുമ്പി. കല്യാണ ദിവസത്തേക്ക് മാത്രമല്ല അമ്മേ, ഇനി ജീവിതത്തിൽ ഒരിക്കലും നരസിംഹൻ ഇവിടേക്ക് വരില്ല. വരാൻ കഴിയില്ല. വളരെ ദൂരത്തേക്കാണ് നരസിംഹൻ പോയിരിക്കുന്നത്. സൂര്യയുടെ മനം നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരുന്നു. പത്മന്റെ ഉപദേശമാണ് അവൾ പാലിക്കുന്നത്. നരസിംഹനെ കൊല ചെയ്ത വിവരം തൽക്കാലം വീട്ടിൽ അറിയിക്കരുതത്രേ. അതിന്റെ കാരണം സൂര്യക്ക് അറിയില്ല. പക്ഷേ പത്മൻ ഒന്നു മാത്രം പറഞ്ഞു, മറ്റൊരു ചാർസോബീസ്. എരിയുന്ന മനസ്സോടെ സൂര്യ അന്ന് കഴിച്ചുകൂട്ടി. ജലപാനം കഴിച്ചില്ല. അതിന് കഴിയുമായിരുന്നില്ല. ഉള്ളു നിറയെ നരസിംഹനാണ്. നരസിംഹന്റെ മുഖമാണ്. ആ മുഖം അങ്ങനെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. പിറ്റേന്ന് പകൽ സാരംഗി ആയുർവേദിക് മസാജ് പാർലറിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല. മസാജ് പാർലറിന്റെ ഉടമയായ കുമുദം ഓഫീസ് മുറിയിൽ ചില ജോലികളിലായിരുന്നു. അപ്പോൾ മസാജ് പാർലറിന്റെ മുറ്റത്ത് 3 കാറുകൾ വന്നു നിന്നു. മധ്യത്തിൽ മെഴ്സിഡസ് ബെൻസ്. കുമുദം ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ബെൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളെ കണ്ട് കുമുദം നടുങ്ങി. പീതാംബരൻ. പ്രായത്തിന്റെ അവശതയിൽ പീതാംബരൻ ഡോറിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം നിന്നു. അയാൾ കുമുദത്തെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താടി വായം പൊളിച്ചു നിൽക്കുന്നത്? വന്നൊന്ന് പിടിക്കടി. കുമുദം ഓടിച്ചെന്ന് പീതാംബരനെ പിടിച്ചു. പീതാംബരൻ അവളുടെ കഴുത്തിൽ കൈ ചുറ്റി. അകത്തേക്ക് നടന്നോടി. ശരീരത്തിന്റെ നേതൃത്വത്തിലുള്ള ഖദർ സംഘം അവരെ അനുഗമിച്ചു. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ കുമുദം പറഞ്ഞു, സാറിന് ഇപ്പൊ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷമായിട്ടല്ലടി കാര്യങ്ങളൊക്കെ. കുമുദത്തിന്റെ ചുമലിൽ ഒന്ന് അമർത്തിയിട്ട് പീതാംബരൻ കണ്ണുറുക്കി ചിരിച്ചു. എന്നിട്ട് തുടർന്നു, 6 മാസം മുമ്പ് നീ ഒരു പോലെ അടിത്തരം കാട്ടി അല്ലയോടി? അത് ഞാൻ. നിനക്കത് ചെയ്യാവോടി? സാർ, ഞാൻ. നിനക്ക് അവളെ എത്ര തന്നു? ആര്? സൂര്യ. എനിക്കൊന്നും തന്നില്ല. അത് കള്ളം.
കുമുദത്തിന്റെ കഴുത്തിൽ വേദനിപ്പിക്കും വിധം ഒന്ന് നുള്ളിയിട്ട് പഴയതുപോലെ പീതാംബരൻ കണ്ണിറുക്കി ചിരിച്ചു. നീ ഏതാ മോളാണെന്ന് എനിക്കറിയരുതോ? പണം കിട്ടാതെ നീ എന്തിനെങ്കിലും ഒരുങ്ങുമോ? അവൾ എത്ര തന്നു? സത്യമായും ഒന്നും തന്നില്ല. കുമുദം കള്ളമാണ് പറയുന്നത്. പക്ഷേ ആ കള്ളമേ പറയാൻ കഴിയൂ. തന്റെ കഴുത്തിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ചെകുത്താനാണ്. കുമുദത്തിന് അതറിയാം. കുമുദത്തിന്റെ കഴുത്തിൽ കൈ ചുറ്റി പീതാംബരൻ അകത്തേക്ക് കയറി. നിന്റെ ഈ മസാജ് പാർലർ എന്റെ സ്വപ്നങ്ങൾ തകർത്ത സ്ഥലമാണ്. പതിവ് പോലെ അന്ന് ഞാൻ ഇവിടെ തിരുമാൻ വന്നപ്പോ അതിന് നീ നിയോഗിച്ച പെൺകുട്ടി സൂര്യ, അവൾ എയ്ഡ്സിന്റെ അണുക്കൾ നിറച്ച സൂചി കാട്ടി എന്നെ വിരട്ടി. അവളുടെ തന്ത വിഷ്ണുകുമാറിന്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ തത്ത പറയും പോലെ അവൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ജഡ്ജി അടക്കം പലരും കർട്ടന്റെ മറവിൽ ഇരുന്നു കൊണ്ട് അതൊക്കെ കേട്ടു. ഞാൻ ആപ്പിലുമായി. കുമുദം തലകുനിച്ചു നിന്നു. പീതാംബരൻ തുടർന്നു. 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, 1 മാസം പോലീസ് റിമാൻഡിൽ, ജാമ്യം കിട്ടാതെ പിന്നൊരു മാസം. ഇപ്പോ പീതാംബരൻ പുറത്തു വന്നിരിക്കുക. അടുത്ത മുഖ്യമന്ത്രി പദം എന്ന എന്റെ സ്വപ്നം തകർത്ത എല്ലാ കാഞ്ഞ വിത്തുകളെയും കാണാൻ. കൂടെ 1-ാം തീയതി ഗുരുവായൂരിലും പോണം. ഗുരുവായൂരപ്പനെ കാണാനാവാതെ 3 1-ാം തീയതികൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കുമുദം വിയർത്തു തുടങ്ങി. അത് കാണവേ പീതാംബരൻ ചിരിച്ചു. നീ എന്താടി വിയർക്കുന്നത്? ഓ, ഒന്നുമില്ല. കുമുദം സാരിത്തും ഉയർത്തി മുഖവും കഴുത്തും അമർത്തി തുടച്ചു. ഇപ്പോ സെഷൻസിൽ കേസിന്റെ വാദം നടക്കുക. മണിക്കൂറിന് 1 ലക്ഷം പ്രതിഫലം പറ്റുന്ന വക്കീലാ വാദിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി. കേമനാ. അയാളെ കാണുമ്പോ ജഡ്ജി പോലും എഴുന്നേൽക്കും. ഡൽഹിയിൽ നിന്ന് വന്നു പോകാൻ എന്റെ വക ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? തലയൂരണ്ടേ? ഓണാപ്പന്മാരെല്ലാം ചേർന്ന് പണി തന്നിട്ടിരിക്കുവല്ലേ പീതാംബരനെ. പീതാംബരൻ പല്ലുകൾ വെളുക്കെ കാട്ടി ചിരിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ എന്തിയടി? അവരൊക്കെ 3 മണിക്ക് പോയി, കുമുദം പറഞ്ഞു. അതെന്താടി? ഓഫ് സീസൺ ആയതുകൊണ്ട് പണി തീരെ കുറവാ. അത്യാവശ്യക്കാര് വന്നാലോ? വിളിച്ചവരും ഫോൺ നമ്പർ ഉണ്ട്. എനിക്കൊന്ന് തിരുമണമല്ലോ. വിളിക്കാം. വേണ്ടടി. കുമുദത്തെ ആകെ ഒന്ന് നോക്കിയിട്ട് പീതാംബരൻ പറഞ്ഞു. ഇന്നത്തെ തിരുമിന് നീ മതി. പണ്ട് നീ എന്നെ കുറെ തിരുമിയിട്ടുള്ളതാ. ഓരോ തിരുമിനും ഓരോ റെക്കമെൻഡേഷൻ. ഒന്നുകിൽ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ പോസ്റ്റിംഗ്. അധികാരത്തിന്റെ അവസാന വാക്കായിരുന്നല്ലോ ഞാൻ. കുമുദം ചിരിക്കാൻ ശ്രമിച്ചു. പീതാംബരൻ ശരത്തിന്റെ നേരെ കൈ നീട്ടി. പിടിക്കടാ വച്ചനെ. ശരത്ത് തന്റെ നേതാവിന്റെ കൈക്ക് പിടിച്ചു. ഗുരുവായൂരപ്പാ. ആയാസപ്പെട്ട് പീതാംബരൻ എഴുന്നേറ്റു. അപ്പോൾ മുണ്ടിന്റെ കുത്ത് അഴിഞ്ഞുപോയി. ഉടിപ്പിക്കടാ ശരത്തെ. പീതാംബരൻ കൈ പൊക്കി നിന്നു കൊടുത്തു. വലിയ അണ്ടർവെയറിന് മേലെ ശരത്ത് മുണ്ടു കുത്തിക്കൊടുത്തു. എന്നാ കുമുദം, നമുക്ക് തുടങ്ങാം. പീതാംബരൻ മസാജ് മുറിയിലേക്ക് നടന്നു. മെത്തപ്പായി വിരിച്ച വലിയ കിടക്ക, ഒരു ടേബിളിൽ എണ്ണകൾ, മുറിയെ മറയ്ക്കുന്ന വലിയ കർട്ടനുകൾ, AC ചെയ്ത മുറി. ഇതൊക്കെ ഒന്ന് ഊരി താടി. പീതാംബരൻ കൈ ഉയർത്തി. കുമുദം അയാളുടെ ഷർട്ട് ഊരി മാറ്റി. മുണ്ടിന്റെ കുത്തഴിച്ചു. അണ്ടർവെയർ ധരിച്ച് അയാൾ മെത്തപ്പായിൽ കിടന്നു. കിടപ്പിന്റെ ആയാസത്തിൽ മെല്ലെ പുലമ്പി. ഗുരുവായൂരപ്പാ. ദുർമേധസ് മുറ്റിയ അയാളുടെ ശരീരത്തിൽ കുമുദം ഒലിവെണ്ണ ഒഴിച്ചു. നന്നായി തിരുമിക്കോ, പീതാംബരൻ പറഞ്ഞു. കുമുദത്തിന്റെ കൈകൾ അയാളുടെ ശരീരത്തിൽ തിന്നി നീങ്ങി. അമർത്തി തിരുമടി. ഓ, നിന്റെ കൈയെന്താടി ഒരു വിറയല്? ഒന്നുമില്ല. നീയൊക്കെ തിരുമി പൊത്തി വെക്കുന്നത് കൊണ്ടാ എന്റെ ശരീരം ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാ സുഖം. കുമുദം നിശബ്ദയായി ജോലി തുടർന്നു. സാരിയൊക്കെ അഴിച്ചു മാറ്റടി. കുമുദം അനുസരിച്ചു. പീതാംബരൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇതൊക്കെ എന്തിനാടി ഇട്ടോണ്ടിരിക്കുന്നത്? വലിച്ചു പറിച്ച് കള. ഇതാടി തിരുമുകാർത്തിയുടെ യൂണിഫോം. കുമുദം മിണ്ടിയില്ല. പണ്ട് ഇതുപോലും ഇല്ലാതെ നീ എന്നെ തിരുമിയിട്ടുണ്ട്. ഞാൻ നിന്നെയും തിരുമിയിട്ടുണ്ട്, ഇല്ലയോടി? ഉണ്ട്. നിനക്കതൊക്കെ ഓർമ്മയുണ്ട്. പീതാംബരൻ ചിരിച്ചു. അയാളുടെ ശരീരത്ത് നന്നായി തിരുമുകയാണ് കുമുദം. നിന്നെ പഴയതുപോലെ ഒന്ന് തിരുമിയാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്.
പക്ഷെ കെൽപ്പ് നിൽക്കുന്നില്ല. അതുകൊണ്ട് നീ തന്നെ തിരുമ്. കുമുദത്തിന്റെ ശരീരം AC-യിലും വിയർത്തു. സൂര്യയുടെ കല്യാണത്തിന് നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല. അതെന്താടി അവള് നന്ദിയോട് കാണിച്ചത്? പരിഹാസത്തിലാണ് ചോദ്യം. കുമുദം മൗനിച്ചു. പീതാംബരൻ പരിഹാസത്തോടെ തുടർന്നു. നരസിംഹനെ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഭാഗ്യം. പീതാംബരൻ കണ്ണുകളിറക്കി. പക്ഷേ ഇനി കാണില്ല. അവൻ ഈ ഭൂമി മലയാളത്തിൽ നിന്ന് പോയടി. ഈ പീതാംബരൻ കൊണ്ടുപോയി. അവന്റെ കല്യാണ രാത്രി തന്നെ. അവൻ മണ്ണിനടിയിലായിട്ട് ദിവസം 3 കൊച്ചേ. അവളിപ്പോ വിഡോയാണ്. വിഡോ, വിധവ. പീതാംബരൻ ഉറക്കെ ചിരിച്ചു. അപ്പോൾ വലിയ വയറ് വല്ലാതെ കുലുങ്ങി. പെട്ടെന്ന് പീതാംബരന്റെ ചിരി നിന്നു. നിനക്ക് പക്ഷെ അവനെ കാണാൻ കഴിയും. എനിക്കോ? ആ അതെ. പീതാംബരന്റെ ചിരി വന്യമായി. അവന്റെ ലോകത്തേക്ക് നീയും പോകുമല്ലേ? അവിടെ ചെന്നിട്ട് നിനക്ക് അവനെ തിരുമുകയോ വലിക്കുകയോ ഒക്കെ ആവാം. നിന്റെ ശവപ്പെട്ടിയിൽ ഞാൻ കുറെ ഒലിവെണ്ണ വെച്ചേക്കാം. നിന്റെ തിരുമിന്റെ ഫേവറേറ്റ് ഒലിവെണ്ണയല്ലേ? കുമുദത്തിന് അരുതായ്മ തോന്നി. അപകടത്തിന്റെ ഗന്ധം അവൾ മണത്തു. പിന്നിൽ കർട്ടൻ ഇളകിയത് അവൾ അറിഞ്ഞു. അവൾ പിന്തിരിഞ്ഞു നോക്കി. മുഖത്തിന് ലംബമായി വാൾ പിടിച്ചുകൊണ്ട് ശരത്ത്. കൊലച്ചിരിയാണ് അവന്റെ മുഖത്ത്. സർ. കുമുദം ഞെട്ടിവരച്ചു. പീതാംബരൻ നിവർന്നെണീറ്റു. 18-ാം വയസ്സിൽ രാഷ്ട്രീയം തുടങ്ങിയവനാ പീതാംബരൻ. തൃശൂർ ജില്ലയിലെ അണ്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. തിരുകൊച്ചി നിയമസഭയിൽ വെറും 7 പേരുമായി അധികാര രാഷ്ട്രീയം തുടങ്ങി. പിന്നെ കേരള നിയമസഭയിൽ വ്യവസായ മന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, അങ്ങനെ അധികാരത്തിന്റെ പല പടവുകൾ പീതാംബരൻ ചവിട്ടിക്കയറി. ഈ വിജയങ്ങളുടെ ഒരേ ഒരു കാരണം എന്താണെന്നറിയാമോ? കുമുദം മിണ്ടിയില്ല. അറിയാമോടി നിനക്ക്? ഇല്ല. എങ്കിൽ ചോദിക്കടി. എന്താണ്? നിഗ്രഹം. ഒലിവെണ്ണ പുരണ്ട മാറിൽ വിരലോടിച്ചുകൊണ്ട് പീതാംബരൻ തുടർന്നു. ശത്രു നിഗ്രഹം. അതിന് സംഹാരമാണ് പീതാംബരന്റെ വഴി. അണ്ടിക്കമ്പനിയിലെ ചുവന്ന കൊടിക്കാരൻ നെല്ലിക്കോടം വാസുവിൽ ആരംഭിച്ച ആ സംഹാര പരമ്പര CI നരസിംഹനിൽ അവസാനിക്കില്ല ഇപ്പോ. നീയാണ് ഇപ്പോഴത്തെ ഈര. സംഭോഗത്തെക്കാൾ സുഖമാണ് സംഹാരം. ഈ 80-ാം വയസ്സിൽ സംഭോഗത്തെക്കാൾ എളുപ്പവും. എന്നെ ഒന്നും ചെയ്യരുത്. കുമുദം കൈകൂപ്പി. ശിക്ഷാവിധിയിൽ മാറ്റമില്ല കൊച്ചേ. ഗുരുവായൂരപ്പൻ നിനക്ക് നിശ്ചയിച്ചിരുന്ന ആയുസ് തീർന്നു. ഞാൻ വെറും നിമിത്തം. ആലില പോലെ വിറച്ചു കുമുദം. താങ്ങിക്കോ ശരത്തെ. അയ്യോ വേണ്ട. കുമുദം അലറി. ശരത്ത് പൈശാചികമായി ചിരിച്ചു. വാൾ വായുവിൽ ഉയർന്നു. അമ്മേ! കുമുദത്തിന്റെ വയർ പിളർന്ന് വാൾ മറുവശം ചാടി. ഗുരുവായൂരപ്പാ. പീതാംബരന്റെ മിഴികൾ കൂമ്പിയടഞ്ഞു. ശരത്ത് വാൾ ഊരിയെടുത്തു. കുമുദം നിലത്ത് വീണു. കുറെ പിടയലുകൾ. പിന്നെ നിശ്ചലം. മസാജ് മുറിയുടെ തറയിൽ ചോര പരന്നൊഴുകി. കുമുദത്തിന്റെ കണ്ണുകൾ തുറന്നാണിരിക്കുന്നത്. ശരത്ത് കൈനീട്ടി ആ കണ്ണുകൾ തിരുമ്മി അടച്ചു. പോകാം. പീതാംബരൻ ജുബ്ബയെടുത്ത് ചുമലിലിട്ടു. കുമുദത്തിന്റെ വസ്ത്രത്തിൽ തന്നെ വാൾ തുടച്ചിട്ട് ശരത്ത് പുറത്തേക്ക് നടന്നു. പിറ്റേന്ന് പകൽ ഹോട്ടൽ താരകയുടെ ലോണിൽ പത്മൻ ഇരിക്കെ SP സത്യൻ കയറി വന്നു. പത്മന്റെ ഇരിപ്പിടം സത്യൻ കണ്ടെത്തി. പത്മന്റെ അരികിലേക്ക് സത്യൻ നടന്നു വന്നു. നീ എന്താ അത്യാവശ്യമായി വിളിച്ചത്? സത്യൻ ചോദിച്ചു. പറയാം, നീ ഇരിക്ക്. പത്മന അഭിമുഖമായി സത്യൻ ഇരുന്നു. നിനക്ക് എന്തു പറ്റി? സത്യൻ ചോദിച്ചു. പത്മന്റെ മുഖം മ്ലാനമായിരുന്നു. എനിക്ക് സീരിയസ് ആയി നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടാ? ഞാൻ പറയുന്നത് കേട്ട് നീ ഞെട്ടരുത്. പറയൂ. നരസിംഹൻ കൊല്ലപ്പെട്ടു. നടുങ്ങിപ്പോയി സത്യൻ. പത്മ, നീ എന്താ പറഞ്ഞത്? സത്യം. നരസിംഹൻ ഇപ്പൊ ജീവനോടെ ഇല്ല. പീതാംബരന്റെ നാറിയ കളിയിൽ നരസിംഹൻ തീർന്നു. പക്ഷേ അവന്റെ ശവം എന്തു ചെയ്തു എന്ന് പീതാംബരന് മാത്രമേ അറിയൂ. സത്യൻ വിയർപ്പെ കുളിച്ചു. പത്മൻ തുടർന്നു. ഇന്നലെ സാരംഗി ആയുർവേദിക് മസാജ് പാർലർ നടത്തുന്ന കുമുദവും കൊല്ലപ്പെട്ടില്ലേ? ഉവ്.
പക്ഷേ കൊലയാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംശയിക്കണ്ട, ആ കൊലയും പീതാംബരൻ ചെയ്തതാണ്. പത്മനെ മിഴിച്ചു നോക്കി സത്യൻ. പത്മൻ എല്ലാം പറഞ്ഞു. രാത്രിയിൽ ബീച്ച് റോഡിൽ വെച്ച് സൂര്യയെ കണ്ടത്, പീതാംബരന്റെ ബെൻസ് കണ്ടത്, നരസിംഹന്റെ യൂണിഫോം കത്തിച്ച് അത് കണ്ടത്, ചോരത്തുള്ളികൾ. പത്മൻ ഈറൻ നിറഞ്ഞ സ്വരത്തോടെയാണ് എല്ലാം പറഞ്ഞത്. സത്യൻ കസേരയിൽ തളർന്നിരുന്നു. പത്മൻ വേദനയോടെ തുടർന്നു. സൂര്യ ഇപ്പൊ ജീവച്ഛവമാണ്. അവളെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. നരസിംഹന്റെ അമ്മയോടോ പെങ്ങളോടോ അവൾ സംഗതി വെളിപ്പെടുത്തിയിട്ടില്ല. എന്റെ നിർദ്ദേശപ്രകാരമാണത്. എന്തിന്? ഒരു സിഗരറ്റ് ചുണ്ടത്ത് വെച്ചുകൊണ്ട് സത്യൻ ചൊടിപ്പോടെ ചോദിച്ചു. എന്തിനു ഇതൊക്കെ മറച്ചു പിടിക്കണം? സംഗതി രേഖാമൂലം ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ച് പീതാംബരന്റെ മേൽ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യണം. നരസിംഹൻ കൊല ചെയ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? നീയല്ലേ അത് പറഞ്ഞത്? ശരി, പക്ഷെ ബോഡി എവിടെ? സത്യൻ ചിന്താകുലനായി. ബോഡി ലഭിക്കാതെ കൊല സ്ഥിരീകരിക്കപ്പെടില്ല. പത്മ തുടർന്നു. നരസിംഹന്റെ ഡെഡ് ബോഡി നമുക്ക് ലഭിക്കണം. പീതാംബരൻ അത് എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ അയാളെ തൊടാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് പീതാംബരനെ പോലെ അതിശക്തനായ ഒരു രാഷ്ട്രീയക്കാരനെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? 420. 420? അതെന്താ? 420. കള്ളത്തരത്തിന്റെയും കൗശലത്തിന്റെയും ഹിന്ദിയിലെ കോഡ് നമ്പർ. ഒരിക്കൽ സൂര്യ കളിച്ച അതേ നമ്പറുകൾ. വ്യക്തമായി പറയൂ. നരസിംഹൻ തൽക്കാലം മരിച്ചിട്ടില്ല. പത്മൻ ചെറിയ സ്വരത്തിൽ തുടർന്നു. നരസിംഹൻ ജീവിച്ചിരിപ്പുണ്ട്. നരസിംഹൻ ജോലിക്ക് ഹാജരാകും. നരസിംഹൻ തന്റെ വീട്ടിൽ ചെല്ലും. ഭാര്യയുമൊത്ത് ഔട്ടിങ്ങിന് പോകും. ഇതൊക്കെ കണ്ട് ശത്രുക്കൾ അമ്പരക്കണം. നീ എന്തൊക്കെയാ പറയുന്നത്? ഒക്കെ കാണിച്ചു തരാം. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണം. നീ എന്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി. പത്മൻ എഴുന്നേറ്റു. അവൻ നടന്നു പോകുന്നത് നോക്കി സത്യൻ കുറെ നേരം അവിടെ തന്നെ ഇരുന്നു, ഒന്നും മനസ്സിലാകാതെ. പത്മന്റെ മനസ്സിൽ എന്താണെന്ന ചിന്തയായിരുന്നു സത്യന്. പത്മൻ അന്ന് തന്നെ നഗരം വിട്ടു, കേരളം വിട്ടു. മംഗലാപുരം ടൗണിലെ കുപ്രസിദ്ധമായ ബാറിലേക്ക് അവൻ കയറി ചെന്നു. മാനേജർ മലയാളിയാണ്. അയാൾക്ക് പത്മനെ മനസ്സിലായി. സാറെന്താ മുന്നറിയിപ്പില്ലാതെ? അയാൾ ചോദിച്ചു. വർഷത്തിൽ ഒരു തവണ പത്മൻ മംഗലാപുരത്ത് ചെല്ലാറുണ്ട്. അപ്പോഴൊക്കെ ആ ബാറിൽ കയറും. അതുകൊണ്ട് മാനേജർക്ക് പത്മനെ നല്ലതുപോലെ അറിയാം. മാനേജറുമായി 1 മണിക്കൂറെങ്കിലും സംസാരിക്കാതെ പത്മൻ പോകില്ല. ആ ബാറിൽ നിശാനൃത്തമുണ്ട്. അർദ്ധനഗ്നരായ നൃത്തക്കാരികൾ മതാലസ ഭാവത്തിൽ ചുവടുകൾ വയ്ക്കും. കുടിയന്മാർക്കിടയിലൂടെ പറന്ന് നടക്കും. കുടിയന്മാർ അവരുടെ നഗ്നതയിൽ തൊട്ടും തലോടിയും രസിക്കും. നൃത്തത്തിന്റെ അവസാനം സുന്ദരിമാർ പരിപൂർണ നഗ്നരാകും. അപ്പോൾ ആർപ്പുവിളിയാണ്. പച്ചത്തെറികളും ഇടയ്ക്കിടെ ഉയരും. കുപ്രസിദ്ധമായ ആ ഡാൻസ് ബാർ. ലൈസൻസ് ഇല്ലാത്ത ബാർ. ഇന്ന് ഡാൻസ് ഇല്ലേ? പത്മൻ ചോദിച്ചു. ഇല്ല സർ, വിജയൻ പറഞ്ഞു. സാറെന്താ പതിവില്ലാതെ? സാധാരണ കേരളത്തിൽ നിന്ന് പുറപ്പെടും മുമ്പേ എന്നെ ഒന്ന് വിളിക്കുന്ന പതിവുണ്ടല്ലോ. ചില അത്യാവശ്യം വന്നു. റം എടുക്കട്ടെ? വിജയൻ 2 ലാർജ് ഒന്നിച്ചൊഴിച്ച് പത്മന്റെ മുന്നിലേക്ക് വെച്ചു. മദ്യത്തിൽ സോഡ പകർന്ന് പത്മൻ 2 ഇറക്ക് കുടിച്ചു. എന്നിട്ട് ചോദിച്ചു, നമ്മുടെ ഇമ്രാനെ കാണാറുണ്ടോ? ചാട്ടുളി ഇമ്രാൻ ആണോ? അതെ, ഇന്നലെ വന്നിരുന്നു, ഇന്ന് കണ്ടില്ല. അവനെ ഒന്ന് കാണാൻ എന്താ മാർഗം? വലിയ പാടാ. വിജയൻ ചിരിച്ചു. അയാൾക്ക് സ്ഥിരമായ താവളമൊന്നുമില്ല. ചെല്ലുന്ന ഇടം തറവാട്. ചാട്ടുളിക്ക് എവിടെയും കയറി ചെല്ലാമല്ലോ. എനിക്കൊന്ന് കാണണം, എന്താ വഴി? വിജയൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ വന്നപ്പോ കൈ നിറയെ കാശ് കണ്ടു. കാശ് കയ്യിലുണ്ടെങ്കിൽ ഒന്നുകിൽ ചൂതാട്ടം, അല്ലെങ്കിൽ വ്യഭിചാരം. ഈ 2 സങ്കേതങ്ങൾ തിരഞ്ഞാ മതി. റോഡിൽ കുറച്ച് താഴേക്ക് പോയാ ഇതുപോലെ ഒരു ബാറുണ്ട്. ചൂതുകളിയും വ്യഭിചാരവും അവിടെ നടക്കും. ഒന്ന് അന്വേഷിക്ക്. ശരി. പത്മൻ ഗ്ലാസ് കാലിയാക്കി. സാറ് വൈകിട്ട് വരുമോ? മുറി വേണോ? വിജയൻ ചോദിച്ചു. ഇമ്രാനെ കണ്ട തിരികെ വരില്ല, അല്ലെങ്കിൽ വരും. പത്മൻ എൽട്ടണിൽ നിന്ന് പുറത്തേക്ക് നടന്നു. റോഡിലൂടെ താഴേക്ക് നടന്ന് അയാൾ വിജയൻ പറഞ്ഞ ബാർ കണ്ടെത്തി. പത്മൻ ബാറിനകത്തേക്ക് കയറി. അരണ്ട വെളിച്ചത്തിൽ സർവത്ര ബഹളം. ബാറിൽ സപ്ലൈ ചെയ്യാൻ പെൺകുട്ടികളുമുണ്ട്. തെല്ലകലെ ടേബിളിൽ ചീട്ടുകളിക്കാരുടെ നിര. അവരുടെ അട്ടഹാസങ്ങൾ. ടേബിളിലേക്ക് മാത്രം വെളിച്ചം വീശുന്ന ബൾബുകൾക്ക് താഴെയാണ് ചീട്ടുകളി. കറൻസി നോട്ടുകൾ കടലാസിന് തുല്യമായി ചിതറിക്കിടക്കുന്നു. പത്മൻ ഒരു ബെയർ റോഡ് ഇമ്രാനെ പറ്റി ചോദിച്ചു.
അവൻ പത്മനെ സംശയത്തോടെ നോക്കി. പോലീസാണോ എന്നാണ് അവന്റെ സംശയം. നോക്കട്ടെ. അവൻ തിരഞ്ഞ് നോക്കി ചീട്ടുകളിയുടെ ഭാഗത്തേക്ക് നടന്നു. അവിടെ ചുണ്ടിൽ സിഗരറ്റും വെച്ച് 3 ചീട്ടിൽ തെരിപ്പിടിച്ച് ഒരു കാൽ കസേരയിൽ ഉയർത്തി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരനെ സമീപിച്ച് അവൻ പതുക്കെ പറഞ്ഞു, അണ്ണാ, അണ്ണനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. കൊമ്പമീശയുടെ ഇടത്തെ ചുരുൾ വീടിൽ കൊണ്ട് തെല്ലെന്നുയർത്തിയിട്ട് അയാൾ വേറെ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. ചോരച്ച കണ്ണുകൾ. പൊടുന്നനെ അയാളുടെ കണ്ണിൽ ഒരു തിളക്കം വീണു. ഹായ് പത്മേട്ടൻ. ഇമ്രാൻ ചീട്ട് ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ കളി നിർത്തി. സിഗരറ്റ് ചുണ്ടിന്റെ കോണിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇമ്രാൻ കസേരയിൽ നിന്ന് ചാടിയിറങ്ങി. അവൻ പത്മന്റെ നേരെ നടന്നു. ബാറിലെ ബഹളത്തിനിടയിൽ അവൻ പത്മന്റെ നേരെ നടന്നുകൊണ്ട് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, മൈ ഡിയർ തജീസ് ഫ്രണ്ട്സ്, മൈ ഡിയർ തജീസ് ജെന്റിൽമാൻസ്, ഇനി ഏതാനും മണിക്കൂറുകൾ ചാട്ടുളി ഇമ്രാൻ സാഹിത്യത്തിന്റെ ലോകത്തായിരിക്കും. ഷെല്ലിയും ഷേക്സ്പിയറും മാർക്കോസും ഒക്കെ ഒന്നാന്തരം വാറ്റുചാരം അടിച്ച് എന്റെയും ദാ ഈ നിൽക്കുന്ന പത്മേട്ടന്റെയും കൂടെ മംഗലാപുരം തെരുവുകളിൽ തെറി വിളിച്ചു നടക്കും. എല്ലാവരും ഇമ്രാനെ ശ്രദ്ധിക്കുന്നുണ്ട്. തനിക്ക് നേരെ നടന്നു വരുന്ന ഇമ്രാനെ പത്മൻ ചൂഴ്ന്നു നോക്കി. അസൽ നരസിംഹൻ. നരസിംഹന്റെ അതേ ഭാവം, അതേ നോട്ടം, അതേ ചലനം. നരസിംഹനെ പറിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ നരസിംഹനേക്കാൾ അല്പം വണ്ണ കൂടുതലുണ്ട് ഇമ്രാന്. പിന്നെ കൊമ്പൻ മീശയുടെ ഗാംഭീര്യവും ഇത്തിരി കൂടുതലുണ്ട്. ഇമ്രാൻ പത്മന്റെ മുന്നിൽ വന്നു നിന്നു. പത്മേട്ടന് ഇമ്രാന്റെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. നീ വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ വിഷയം? അമൃതാബ് യുദ്ധത്തിന്റെ കൊച്ചുമോൾ ചത്തോ? അതോ സക്കറിയ മലയാളത്തിൽ പുതിയ തെറി എഴുതിയോ? അതുമല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരികൾ ആരെങ്കിലും നീഗ്രോ ചെറുക്കന്റെ വൃഷണത്തിൽ നീര് കയറ്റിയോ? ഇതൊക്കെ അല്ലാതെ എന്റെ പത്മേട്ടന് എന്താ വിഷയം? കുറച്ച് സീരിയസ് ആണ്. ആണോ? എങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വിസ്കിയാവോ? വേണ്ട. പിന്നെന്താ വേണ്ടത്? വ്യഭിചരിക്കണോ? ഒന്നാം തരം 2 നേപ്പാളീസ് ചരക്കുകൾ ഇവിടെ റെഡിയാ. വേണ്ട, നീ വാ. എന്റെ പത്മേട്ടൻ ഇന്ന് ആകെ ഡള്ളാണല്ലോ. എന്നാ പത്മേട്ടൻ ഇവിടെ നിക്ക്. ഞാൻ ഒരുത്തിയെ നിന്നോട് വരാനാ പറഞ്ഞത്. കേവലം 3 മിനിറ്റ്. ഇവിടെ വാടാ. പത്മൻ അവന്റെ കൈക്ക് പിടിച്ച് വലിച്ചു. ബാറിലുള്ളവർ ആ കാഴ്ച കണ്ട് അമ്പരന്നു. ചാട്ടുള്ളി ഇമ്രാന്റെ ദേഹത്ത് ഒരാൾ പോലും കൈവയ്ക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. തൊട്ടാൽ അടി ഉറപ്പ്. ആ ഇമ്രാനെ ഇതാ വെള്ളിച്ച ഒരു ചെറുപ്പക്കാരൻ സ്വാതന്ത്ര്യത്തോടെ വിളിച്ചുകൊണ്ടു പോകുന്നു. ഇമ്രാൻ അനുസരണയോടെ അയാൾക്കൊപ്പം പോകുന്നു. അവർ ബാറിന്റെ വെളിയിൽ വന്നു. കട്ടിത്തുണിയിലുള്ള ഷർട്ടും ജീൻസുമാണ് ഇമ്രാന്റെ വേഷം. ഷർട്ടിന്റെ മേൽഭാഗത്തെ 2 ബട്ടണുകൾ വിടർന്നു കിടന്നു. കഴുത്തിൽ ചങ്ങല വലിപ്പമുള്ള സ്വർണമാല. സ്വർണമാലയിൽ പുലിനഖം. തലയിൽ ഒരു ചുവന്ന റിബൺ കെട്ടിയിട്ടുണ്ട്. കണ്ണിൽ മദ്യത്തിന്റെ ചുവപ്പ്. ഒരു കാറിനെ സമീപിച്ച് ഇമ്രാൻ ഡോർ തുറന്നു. ഇതേതാ കാർ? പത്മൻ ചോദിച്ചു. എന്റെ സ്വന്തം. ഇമ്രാൻ ചിരിച്ചു. ബുള്ളറ്റിൽ നിന്ന് ഇമ്രാൻ കാറിലേക്ക്. ബ്ലാക്ക് കളർ ഇന്നോവ. കാറിന്റെ പുറത്തൊന്ന് തട്ടിയിട്ട് അവൻ അകത്ത് കയറി. പത്മനും കാറിൽ കയറി. മംഗലാപുരത്തെ ജുവലറിക്കാരൻ മുസ്തഫയെ ഇണ്ടത്തിലാക്കി മുംബൈയിലെ കുറുക്കൻ ചെക്കൻ തട്ടാൻ ശ്രമിച്ചത് 1 കോടിയുടെ ഗോൾഡ്. രാഖി രാമായണം കപ്പൽ കടക്കാൻ ശ്രമിച്ച അവനെ മുട്ടുകാൽ തല്ലി ഓടിച്ച് തട്ടിയെടുത്ത സ്വർണവുമായി മുസ്തഫ ഹാജിയുടെ മുന്നിലെത്തിച്ചപ്പോ അയാൾ ഇതിന്റെ താക്കോൽ എടുത്ത് നീട്ടി. ബ്ലാക്ക് കളർ ഇന്നോവയുടെ ചാവി. ആ ഓപ്പറേഷന് ഈ പ്രതിഫലം പോരെ പത്മേട്ടാ? പത്മൻ ഊറിച്ചിരിച്ചു. തന്റെ വീട്ടിലേക്കാണ് ഇമ്രാൻ കാർ പായിച്ചത്. ആ യാത്രക്കിടയിൽ ഇമ്രാൻ ചോദിച്ചു, എന്താണ് പത്മേട്ടന്റെ ആഗമനോദ്ദേശം? പറയാം, നീ വണ്ടി വിട്. വീടെത്തും വരെ ഇമ്രാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. വീട്ടിലെത്തി അരമണിക്കൂർ വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പത്മൻ പതുക്കെ കാര്യത്തിലേക്ക് കടന്നു. നിന്റെ ചായയുള്ള ഒരു പോലീസ് ഓഫീസറെ പറ്റി ഞാൻ എപ്പോഴും പറയാറില്ലേ? ഓർക്കുന്നുണ്ട്, സി നരസിംഹൻ. അതെ, നിന്റെ അതേ ചായ, നിന്റെ നിറം, നിന്റെ നടത്തം. ഒരമ്മ ഇരട്ട പെറ്റ പോലെ. എന്റെ അപ്പൻ ആള് നല്ലതായിരുന്നു. ഇമ്രാൻ ഒരു തമാശ പറഞ്ഞു. നീ തമാശ നിർത്തി. എനിക്ക് ആ കക്ഷിയെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമാ. അതിരിക്കട്ടെ, ഇപ്പോഴെന്താ പത്മേട്ടൻ അവന്റെ കാര്യം പറഞ്ഞത്? നിനക്കിനി അവനെ കാണാൻ കഴിയില്ല.
ഇമ്രാൻ ചോദ്യഭാവത്തിൽ നോക്കി. നരസിംഹൻ മരിച്ചു. അല്ല, കൊല്ലപ്പെട്ടു. ഇമ്രാന്റെ മുഖത്ത് ചോദ്യഭാവം നേരിട്ടു. എന്താ സംഭവം? ഇമ്രാൻ ചോദിച്ചു. പത്മൻ എല്ലാം പറഞ്ഞു. സൂര്യയുടെയും നരസിംഹന്റെയും എല്ലാ ചരിത്രങ്ങളും, അതിൽ തനിക്കുള്ള പങ്ക്. ഇമ്രാൻ എല്ലാം ക്ഷമയോടെ കേട്ടു. ഏറ്റവും ഒടുവിൽ പത്മൻ പറഞ്ഞു, ഇനിയാണ് നിന്റെ സഹായം വേണ്ടത്. പറയൂ, നീ നരസിംഹനാകണം. പത്മേട്ടാ! ഇമ്രാൻ അമ്പരന്നു. അതെ, നീ നരസിംഹനായി കേരളത്തിലേക്ക് വരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. സൂര്യയുടെ ഭർത്താവായി അഭിനയിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? തന്റെ പദ്ധതികൾ പത്മൻ അവനോട് വിശദീകരിച്ചു പറഞ്ഞു. ഒക്കെ കേട്ടതിനു ശേഷം ഇമ്രാൻ അല്പനേരം മൗനം പാലിച്ചു. തുടർന്ന് അവൻ താഴ്ന്ന സ്വരത്തിൽ പുലമ്പി. സൂര്യയുടെ ഭർത്താവാകുന്നതിൽ കുഴപ്പമില്ല. അതൊക്കെ സുഖമുള്ള ഏർപ്പാടാ. പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആകാൻ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാ. നീ വെറുതെ നിന്ന് തന്നാ മതി. അത് ശരിയാവില്ല. ശരിയാകും. ഞാൻ വേണമെങ്കിൽ വല്ല കള്ളനോ കൊലപാതകയോ ആവാം. അതൊക്കെ എനിക്ക് നല്ല വശമാണ്. അവന്മാരുടെ രീതിയും എനിക്കറിയാം. എന്റെ ഫീൽഡ് ഏതാണല്ലോ. എന്നെ പോലുള്ള ഗുണ്ടകൾക്ക് അത്തരം പണിയൊക്കെ പറ്റും. ഈ പോലീസിന്റെ പണി നമുക്ക് അത്ര പിടുത്തമില്ല. SP സത്യം നിന്നെ സഹായിക്കും. ഫസ്റ്റ് ഇമ്രാൻ തിരിച്ചു. പോലീസുമായുള്ള ഒരിടപാടിനും ഞാനില്ല. വിശ്വസിക്കാൻ കൊള്ളാത്തവരാ. കള്ളനെ വിശ്വസിക്കാം, പക്ഷേ പോലീസിനെ പറ്റില്ല. ഇമ്രാൻ കൈ ഒഴുകിയാണ്. പത്മൻ അന്ന് മുഴുവൻ അവനെ നിർബന്ധിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഇമ്രാൻ സമ്മതിച്ചു. അവൻ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. ഏറിയ 1 മാസം, അതിനുള്ളിൽ എന്നെ വെച്ച് എന്താന്ന് വെച്ചാ കാട്ടിക്കോ. സമ്മതിച്ചു. എങ്കിൽ നാളെ യാത്ര. നമുക്ക് ഇന്ന് പോയാലോ? ഇന്ന് പറ്റില്ല. ഇമ്രാൻ ചിരിച്ചു. ഈ രാത്രി എനിക്ക് മംഗലാപുരത്ത് അടിച്ചു പൊളിക്കണം. 1 മാസത്തെ ശിക്ഷാവിധിക്ക് കയറാൻ പോവുകയല്ലേ. എന്റെ മൂക്ക് കയറിട്ട് പത്മേട്ടം കൊണ്ടുപോയ പിന്നെ രക്ഷയില്ലല്ലോ. ശരി, ഇന്നത്തെ രാത്രി നിനക്ക് ഞാൻ തരുന്നു. ഓക്കെ. എന്താണ് നിന്റെ പരിപാടികൾ? മൂക്കറ്റം കുടിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ രാത്രി ഉറക്കം. ഇതല്ലാതെ വേറെന്തോന്ന്? കുടിക്കാൻ ഞാൻ കൂടാം. അതെനിക്കറിയാം. അവർ നേരെ ഒരു ബാർ ഹോട്ടലിൽ പോയി. വില കൂടിയ വിസ്കിക്ക് ഇമ്രാൻ ഓർഡർ കൊടുത്തു. രണ്ടാളും നല്ലതുപോലെ മദ്യപിച്ചു. ഞാൻ നിർത്തി, പത്മൻ പറഞ്ഞു. എന്നാ പത്മേട്ട് നേരെ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാൻ മറ്റേ പരിപാടിക്ക് ശേഷം രാവിലെ എത്തിച്ചേരും. ശരി. അവർ പുറത്തിറങ്ങി. ഒരോട്ടയിൽ പത്മൻ വീട്ടിലേക്ക് പോയി. കഴിഞ്ഞ 10 വർഷത്തെ ബന്ധമാണ് പത്മന് ഇമ്രാനോട്. ഗുണ്ടയും തെമ്മാടിയുമാണെങ്കിലും ഇമ്രാൻ നല്ലൊരു സാഹിത്യ പ്രേമിയാണ്. ആ മനപ്പൊരുത്തമാണ് അയാളെ പത്മനോട് അടുപ്പിച്ചത്. കാട്ടാളിന്റെ സ്വഭാവമാണെങ്കിലും അവന് പത്മനോട് നല്ല സ്നേഹമാണ്. കൂറാണ്, ആത്മബന്ധമാണ്. നേരെ ഡാൻസ് ബാറിലേക്കാണ് ഇമ്രാൻ ചെന്നത്. അവിടെ നൃത്തം പൊടി പൊടിക്കുന്നു. അർദ്ധനഗ്നയായ സുന്ദരികൾ നാഗങ്ങളെ പോലെ ഇഴയുന്നു. അതിലൊരു കറുത്ത സുന്ദരി ഇമ്രാന്റെ കണ്ണിലൊന്നുടക്കി. 1 മണിക്കൂർ കടന്നുപോയി. വാതിൽക്കൽ മുട്ടുകേട്ടു. കേറി പോരടി, ഇമ്രാൻ ഉറക്കെ പറഞ്ഞു. വാതിൽ സാവധാനം തുറക്കപ്പെട്ടു. അവൾ അകത്തേക്ക് കയറി. സാരിയാണ് വേഷം. ഇമ്രാൻ എഴുന്നേറ്റ് വാതിലടച്ച് കുറ്റിയിട്ടു. റാണി അല്ലേ? അതെ. ഝാൻസി റാണിയോ ലക്ഷ്മിബായിയോ? അവൾ ആ തമാശ ഇഷ്ടപ്പെട്ട മട്ടിൽ ചിരിച്ചു. നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇതുവരെ എവിടെയായിരുന്നു മഹാറാണി? മുംബൈയിൽ. അവിടെയും ഈ തൊഴിൽ തന്നെ? അതെ. അവിടുത്തെ സീസൺ കഴിഞ്ഞപ്പോ ഇവിടേക്ക് ചാടി. ആദ്യത്തെ ദിവസം തന്നെ ബുക്കിംഗ് കിട്ടി. അതും 2 എണ്ണം. മാനേജറെ വരട്ടിയാ ഞാൻ നിന്നെ ചൂണ്ടിയത്. റാണി വെറുതെ ചിരിച്ചു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഇമ്രാൻ വീട്ടിൽ ചെന്നു. എങ്ങനെയുണ്ടായിരുന്നു? പത്മൻ ചോദിച്ചു. കാലക്കൻ സാധനം. ഇമ്രാൻ ചിരിച്ചു. എങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് തിരിക്കാം. ഞാൻ റെഡി. അവർ അപ്പോൾ തന്നെ പുറപ്പെട്ടു. 2 ദിവസത്തിന് ശേഷം പത്മൻ വിളിച്ചത് അനുസരിച്ചാണ് ആ ഹോട്ടൽ മുറിയിലേക്ക് SP സത്യൻ ചെന്നത്. മുറിയിൽ പത്മന്റെ കൂടെ ഇരിക്കുന്ന ആളെ കണ്ട് സത്യൻ പകച്ചുപോയി. CI നരസിംഹൻ. സത്യന്റെ വിളർച്ച കണ്ട് പത്മൻ ചിരിച്ചു. ഇവൻ CI നരസിംഹനാണെന്ന് സത്യന് തോന്നുന്നു അല്ലേ? അതെ. എന്നാ കേട്ടോളൂ, ഇവൻ നരസിംഹനല്ല. പിന്നെ? ഇമ്രാൻ, ചാട്ടുള്ളി ഇമ്രാൻ. ഒരു ബീഡിക്ക് തീ കൊളുത്തിയിട്ട് പത്മൻ തുടർന്നു. നാളെ മുതൽ ഇവൻ CI നരസിംഹനായി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. പീതാംബരന്റെ കണ്ണ് മഞ്ഞൾപ്പിക്കുന്ന പുതിയ 420.
സത്യൻ പോലീസ് സൂപ്രണ്ടാണെന്ന് അറിഞ്ഞിട്ടും വലിയ ഭവ്യതയൊന്നും കാണിക്കാതെയാണ് ഇമ്രാന്റെ ഇരിപ്പ്. അത് സത്യനെ തെല്ലി പ്രകോപിച്ചു. എവിടാടാ നിന്റെ വീട്? സത്യൻ ചോദിച്ചു. ആ ചോദ്യം ഇമ്രാനെ രുചിച്ചില്ല. അവൻ ഉത്തരം കൊടുത്തില്ല. സത്യൻ അവന്റെ മുഖം പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഇമ്രാൻ ചാടി എണീറ്റ് സത്യനെ പിടിച്ച് ഒറ്റ തള്ള്. സത്യൻ ബെഡിലേക്ക് വീണുപോയി. എടാ! സത്യൻ അമറി. ഇമ്രാൻ സത്യനരികിൽ കാലുയർത്തി വെച്ച് മീശയൊന്ന് പിരിച്ചു. നീ എന്താ ഇമ്രാനെ പേടിപ്പിക്കുകയാണോ? കണ്ടിച്ചു കളയും ഞാൻ. ഈ പോക്കിരികളുടെ മാതിരി എടാ പൊടാന്നുള്ള വിളിയുണ്ടല്ലോ, ഇമ്രാന്റെ നേരെ ആയാലും ഒറ്റ പ്രാവശ്യമേ വിളിക്കൂ, നോവ് ഞാൻ പിഴുതെടുക്കും. പത്മൻ ഓടി വന്ന് ഇമ്രാനെ പിടിച്ചു മാറ്റി. മാറി നിൽക്ക് ഇമ്രാനെ, ഇത് ശരിയാവില്ല പത്മേട്ടാ. ഇമ്രാൻ ദേഷ്യത്തിൽ തുടർന്നു. ഒന്നാമത് ഈ പോലീസുകാരൻ എന്ന ജാതി എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. നെറിവില്ലാത്തമാര്. ദേ ഞങ്ങളെ നോക്ക്, നെറികളുടെ വാക്ക് വ്യത്യാസമോ ഞങ്ങൾ കാണിക്കില്ല. ഒരുത്തന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞ വെട്ടിയിരിക്കും, അതാണ് ആണത്തം. നീ എനിക്ക് തന്ന വാക്ക് മറക്കരുത്. ഓ ഈ പത്മേട്ടൻ! തല ചൊറിഞ്ഞുകൊണ്ട് ഇമ്രാൻ കട്ടിലിരുന്നു. സത്യനെ മുറുക്കി വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പത്മൻ. തൽക്കാലം താൻ ഈഗോ കള, നമ്മുടെ കാര്യം നടക്കണം. നരസിംഹന്റെ കൊലയാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിൽ കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട. ഇവനെ പിടിച്ച് അകത്താക്കിയാണ് വേണ്ടത്. സത്യൻ ദേഷ്യപ്പെട്ടു. പത്മൻ ചിരിച്ചുപോയി. ഗുണ്ട ആക്ട് കയ്യിലുള്ള മംഗലാപുരം പോലീസിന് അത് കഴിഞ്ഞിട്ടില്ല. ഇവന്റെ ദേഹത്ത് പൂഴി വീണെന്ന് അറിഞ്ഞ മംഗലാപുരം മൊത്തം ഇങ്ങ് ഇളകി വരും. തന്നെയും തന്റെ ഡിപ്പാർട്ട്മെന്റിനെയും കത്തിച്ചു കളഞ്ഞിട്ട് അവർ ഇവനെയും കൊണ്ടുപോകും. ഇത്തരം ക്രിമിനലിനെയാണോ താൻ സഹായത്തിന് കൊണ്ടുവന്നത്? ഇവൻ വേണം, പത്മൻ തീർത്തു പറഞ്ഞു. ഇവനെ മാത്രമേ നമുക്ക് കൊള്ളൂ. സത്യൻ നീരസം മനസ്സിലൊതുക്കി നിന്നു. തൽക്കാലം താൻ പൊയ്ക്കോ, പത്മൻ പറഞ്ഞു. സത്യൻ അവിടെ നിന്ന് പോയി. പുതിയ കളികൾക്കായി ഇമ്രാനെ ഒരുക്കാൻ പത്മൻ അകത്തേക്ക് കയറി. രാത്രി 11 മണിയായപ്പോൾ പോലീസ് ജീപ്പ് നരസിംഹന്റെ വീട്ടിലെ ഗേറ്റിങ്കിൽ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഇമ്രാൻ, സമീപം പത്മൻ. പോലീസ് വേഷത്തിൽ ഇമ്രാൻ. കഴുത്ത് ചൊറിഞ്ഞുകൊണ്ട് ഇമ്രാൻ തന്റെ അലർജി കാട്ടി. ഈ യൂണിഫോം ഇട്ടിട്ട് വല്ലാത്ത ചൊറിച്ചില്. ചൊറിയും? അതെന്താ എന്ന മട്ടിൽ ഇമ്രാൻ പത്മനെ നോക്കി. ഇത് കള്ളന്മാർക്കും തെമ്മാടികൾക്കും പറ്റിയ വേഷമല്ല, രാജ്യത്തെ സേവിക്കുന്ന നിയമപാലകന്റെ വേഷമാണ്. ഓ! ആ പരിഹാസം ബോധിച്ച മട്ടിൽ ഇമ്രാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നിന്റെ തനി സ്വഭാവം ഈ വീട്ടിലെടുക്കരുത്. പത്മേട്ടന് എന്നെ വിശ്വാസമില്ലേ? ഇത്തിരി കുറവുണ്ട്. പത്മൻ ചിരിച്ചു. പക്ഷേ ആ പെണ്ണിനെ എനിക്ക് നല്ല വിശ്വാസമാ. സൂര്യയെ, നിന്റെ വേലയൊന്നും അവളുടെ അടുത്ത് നടക്കില്ല. നല്ല ചുട്ട പെട കിട്ടും. അത്രയ്ക്കേറെയാണ് എനിക്കിഷ്ടം. നീ മേടിക്കും. പത്മൻ കൈ ഉയർത്തി. ഇമ്രാൻ ചിരിയോടെ ഒഴിഞ്ഞു. പത്മന്റെ മുഖത്ത് ഗൗരവം നിഴലിട്ടു. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ നിമിഷം മുതൽ നീ നരസിംഹനാണ്, ഇമ്രാനല്ല. സൂര്യയോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിലായ സംശയം ഉണ്ടെങ്കിൽ SP സത്യനെ വിളിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോഴെന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? ഉവ്, ഞാനിവിടെ ഇറങ്ങുകയാണ്. ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇമ്രാന് നേരെ വിജയ് ചിഹ്നം കാട്ടിയിട്ട് പത്മൻ അവിടെ ഇറങ്ങി. ഇമ്രാൻ ജീപ്പ് അകത്തേക്ക് ഓടിച്ചു കയറ്റി. സിറ്റ് ഔട്ടിൽ സൂര്യയും മേരിയും ഭാർഗവമ്മയും അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങി സിറ്റ് ഔട്ടിലേക്ക് കയറിയ ഇമ്രാന്റെ കരടത്ത് ഭാർഗവമ്മ ഒന്നു കൊടുത്തു. ഒന്നാന്തരം ഒരടി. ഇതെന്തിനാണെന്ന് അറിയാമോ? അത് അത് കല്യാണ രാത്രിയിൽ പെണ്ണിനെ എവിടെ തനിച്ചാക്കിയിട്ട് നീ ഇറങ്ങിപ്പോയതാ. ഇപ്പൊ എത്ര ദിവസമായെന്ന് നിനക്കറിയാമോ? നിനക്ക് മാത്രമേ പോലീസ് ജോലിയുള്ളൂ. നീ വേണോ ഈ നാട്ടിലെ പോലീസ് കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ? ശക്തിയേറിയ അടിയായിരുന്നെങ്കിലും ഇമ്രാന് നൊന്തില്ല. ഒരമ്മയുടെ തലോടൽ പോലെ, സ്നേഹമുള്ള ശാസന പോലെ, പരിഭവം പോലെ അവൻ സൂര്യയെ നോക്കി. സൂര്യ അവനെ നോക്കി നിശ്ചലം നിൽക്കുകയായിരുന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് നരസിംഹൻ തന്നെയാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. എടുത്തൊരു വ്യത്യാസം പറയാൻ യാതൊന്നുമില്ല. രണ്ടുപേർക്ക് ഇത്രയധികം സാമ്യം തോന്നുമോ? സാദൃശ്യം തോന്നുമോ? ഇമ്രാന് അവനെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടായിരുന്നില്ല. പത്മേട്ടൻ അവരുടെ ഫോട്ടോകൾ കാണിച്ചിരുന്നു. ഏട്ടനെ അമ്മ തല്ലുന്നത് കണ്ടപ്പോൾ അമ്പരന്ന് നിൽക്കുകയായിരുന്നു മീര. ഇമ്രാൻ പെട്ടെന്ന് ചിരിച്ചു. പോലീസിന്റെ ജോലി തിരക്കിനെ പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും പിടിയുണ്ടോ? രാവിലെ 10-ന് പോയി 5-ന് തീരുന്ന പണിയല്ല പോലീസിന്റേത്. കല്യാണമല്ല, ചിലപ്പോ ശവമടക്കിന് പോലും വരാൻ കഴിഞ്ഞെന്ന് വരില്ല. അവൻ ചിരിയോടെ അകത്തേക്ക് നടന്നു. ഉടൻ സൂര്യ പിന്നാലെ ചെന്നു. അവന് മുറികൾ അത്ര പരിചയമില്ല.
അതുകൊണ്ട് അമ്മയ്ക്കും മീരയ്ക്കും സംശയമുണ്ടാകാത്ത വിധത്തിലായിരിക്കണം കാര്യങ്ങൾ. അവർ കിടപ്പറയിലെത്തി. കിടപ്പറയിൽ നരസിംഹന്റെ യൂണിഫോം അണിഞ്ഞ വലിയ ഫോട്ടോ. അത് തന്റെ ഫോട്ടോയാണെന്ന് ഇമ്രാന് തോന്നിപ്പോയി. അവൻ മെല്ലെ മന്ത്രിച്ചു, വണ്ടർഫുൾ. ഇമ്രാൻ സൂര്യയുടെ നേരെ തിരിഞ്ഞു. വന്നു കയറിയപ്പോ കിട്ടിയ സ്വീകരണം കൊള്ളാം. സോറി, അമ്മയൊരു പാവാണ്. ഏയ്, അത് സാരമില്ല. ഇമ്രാൻ ചിരിച്ചുകൊണ്ട് തുടർന്നു. മംഗലാപുരം ടൗണിൽ ഒന്നാം തരം അടി കൊടുത്തും വാങ്ങിയും ജീവിക്കുന്നവനാ ഞാൻ. എനിക്ക് ഒരു പാവം ഭാർഗവമ്മയുടെ തല്ല് ഈച്ചയെ ഓടിക്കുന്നത് പോലാ. അവനൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ചു. നരസിംഹൻ ഇവിടെ വെച്ച് പുകവലിക്കില്ല, അമ്മ വഴക്ക് പറയും. ശല്യമായല്ലോ. ഇമ്രാന്റെ മുഖത്ത് നീരസം പരന്നു. ഒരു നിമിഷത്തിന് ശേഷം സൂര്യ ചോദിച്ചു, കുളിക്കുന്നോ? വേണം. അതാണ് കുളിമുറി. കുളി കഴിഞ്ഞ് താഴെ വന്നാ മതി, അത്താഴം വിളമ്പി വെക്കാം. ഓ. സൂര്യ താഴേക്ക് പോയി. ആ നിമിഷം അവൻ കതകടച്ച് ധൃതിയിൽ സിഗരറ്റ് കത്തിച്ച് വലിച്ചു. എന്നിട്ടാണ് കുളിമുറിയിൽ കയറിയത്. കുളിക്ക് ശേഷം അവൻ പുറത്തു വന്ന് വസ്ത്രം ധരിച്ചു. കിടക്കയിൽ സൂര്യ വസ്ത്രം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ഭാർഗവി അമ്മയും സൂര്യയും മീരയും അവനെ കാത്തിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിനിടയിൽ മീര എന്തൊക്കെയോ ചോദിച്ചു. തട്ടിയും മുട്ടിയും ഇമ്രാൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞു. അത്താഴത്തിന് ശേഷം സൂര്യയും ഇമ്രാനും തിരികെ മുറിയിൽ വന്നു. സൂര്യ തനിക്കായി താഴെ പായ വിരിച്ചു. കട്ടിലിൽ കിടന്നോളൂ, നല്ല ക്ഷീണമുണ്ടാവും, ഉറങ്ങിക്കോ, സൂര്യ പറഞ്ഞു. എനിക്ക് യാതൊരു ക്ഷീണവുമില്ല. ഇമ്രാൻ ചിരിച്ചു. മംഗലാപുരത്ത് എന്റെ പകലുകൾ ആരംഭിക്കുന്നത് ഈ സമയത്താണ്. 10,000ങ്ങളുടെ ചൂതുകളി, ഇടയ്ക്ക് സ്പാനിഷ് ജിനിന്റെ മാധുര്യം, ഒടുവിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഡാൻസ് ബാറിലെ സുന്ദരിയെ കെട്ടിപ്പിടിച്ച്. ഇമ്രാൻ വല്ലാതൊന്ന് ചിരിച്ചു. അവന്റെ ചിരിയിൽ അരുതാത്തത് കണ്ടു സൂര്യ. അവൾ അവനെ ചൂഴ്ന്നു നോക്കി. ഹൃദയത്തിനുള്ളിൽ പഞ്ചാഗ്നിയുമായി എരിയുന്നവളാണ് ഞാൻ. ഞാൻ വലിയ ധൈര്യശാലിക്കാരിയാണെന്ന് പത്മൻ സാർ പറഞ്ഞിട്ടുണ്ടാവും. ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ തളർന്നുപോയി. ചെറിയൊരു ആക്രമണത്തിന് മുന്നിൽ പോലും ഞാൻ തോറ്റുപോകും. എതിർക്കാനുള്ള കെൽപ്പില്ല. ജീവിതം എന്നെ ഒരുപാട് തോൽപ്പിച്ചു. ഇനി താങ്കൾക്ക് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആകാം. ഞാൻ പറഞ്ഞല്ലോ, തോറ്റവളാണ് ഞാൻ. ഇമ്രാന്റെ ചിരി സാവധാനത്തിൽ മാഞ്ഞു. അവൻ തല കുനിച്ചുകൊണ്ട് മെല്ലെ പുലമ്പി, ഐ എം സോറി. മുറിയിലെ ലൈറ്റ് അണഞ്ഞു. പിറ്റേന്ന് പകൽ സന്ധ്യ വരെ ഇമ്രാൻ വീട്ടിൽ തനിച്ചുകൂടി. ഇടയ്ക്ക് ഭാർഗവിയമ്മ ചോദിച്ചു, നിനക്കിന്ന് ജോലിക്ക് പോകണ്ടേ? നൈറ്റാണ്. നൈറ്റോ? ഭാർഗവിയമ്മ അമ്പരന്നു. സിമാർക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി ഭാർഗവിയമ്മ ആദ്യമായി കേൾക്കുകയാണ്. എങ്കിലും അവർ കൂടുതലൊന്നും ചോദിച്ചില്ല. രാത്രി 8 മണിക്ക് അവൻ യൂണിഫോം ധരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സൂര്യ കിടപ്പറയിലേക്ക് വന്നത്. എന്താണ് ലക്ഷ്യം? അവൾ ചോദിച്ചു. പതുക്കെ നാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചെറിയ മന്ദഹാസത്തോടെ അവൻ തുടർന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.